ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റാഗി വെജിറ്റബിൾ സൂപ്പ് കണ്ടാലോ. ഇതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? റാഗി വേണം. പക്ഷെ ഇവിടെ റാഗി ഉണ്ടല്ലോ, പൊടിക്കാത്ത റാഗിയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സച്ചുവിനെ നോക്കിയപ്പോൾ സച്ചു ഫുൾ പഠിത്തത്തിലാണ് കേട്ടോ, അവൾക്ക് എക്സാം ആണ്. എന്നിട്ട് നമുക്കിതിന് ആവശ്യത്തിനുള്ള ഗ്രീൻ പീസും സ്വീറ്റ് കോണും ഫ്രീസറിലുള്ളതാണ്. അപ്പം നമുക്കതിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് 5 മിനിറ്റ് മുന്നേ പുറത്തേക്ക് എടുത്തേക്കാം. എന്നിട്ട് ഇതിനായിട്ട് ഞാൻ 2 സ്പൂൺ കോറയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബാക്കി ഞാനൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി, വലിയ ഉള്ളി, പിന്നെ കുറച്ച് ബീൻസും, പിന്നെ നേരത്തെ നമ്മൾ പുറത്തെടുത്ത് വെച്ച സ്വീറ്റ് കോണും ഗ്രീൻ പീസും ആണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും. എന്നിട്ട് നമ്മൾ ഹെൽത്തി സൂപ്പ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഒലീവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒലീവ് ഓയിലിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യാം. അതൊന്ന് വഴറ്റി വരുമ്പോൾ ഇത് ഇത്ര കരിയേണ്ട ആവശ്യമില്ല കേട്ടോ. വെളുത്തുള്ളി ചെറുതായി കരിഞ്ഞ പോലെ തോന്നി എനിക്ക്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെല്ലുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പച്ചമുളകും ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ പുറത്തെടുത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസും സ്വീറ്റ് കോൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പച്ചക്കറിയൊക്കെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഞാനിത് അവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അടച്ചു വെക്കുന്നതിന് മുന്നേ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. റാഗി ഒന്നും എങ്ങനെ തന്നാലും ഞാൻ സച്ചൊന്നും കഴിക്കില്ല. അങ്ങനെ ലാസ്റ്റ് കണ്ട വഴിയാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അമ്മ ഇവിടെ ദോശ ഉണ്ടാക്കും, പക്ഷെ ദോശയും എനിക്ക് ഇഷ്ടമല്ല. എന്തോ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറ്റാറില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മുടെ റാഗിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചെറിയ ബൗളിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കണ പച്ചക്കറി ആയിരിക്കും കേട്ടോ, നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കോറ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി എരിവും ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മതി, അവനാൻ്റെ എരിവിനനുസരിച്ച്. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് കുറച്ച് കുരുമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റാഗി സൂപ്പ് റെഡി. സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ. സത്യമായിട്ട് പറയാം, റാഗി കഴിക്കാത്ത ഞാൻ ഇത് മൊത്തം കഴിച്ചു. അങ്ങനെ റാഗിയുടെ ടേസ്റ്റ് അറിയണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പം റാഗി കഴിക്കാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.